ദുആയാകുന്ന ആരാധനക്ക് ചില സമയത്ത് സ്പോട്ടിൽ തന്നെ ഉത്തരം കിട്ടേണ്ട ദുആ ഉണ്ടാവും. ചില ദുആ കുറച്ച് നീണ്ടുപോയാലും കുഴപ്പമില്ല. മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഒരു സന്താനത്തിന് വേണ്ടി 50 കൊല്ലമാണ് പ്രാർത്ഥിച്ചത്, ദുആ നടത്തിയത്. 50 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഉത്തരം കിട്ടിയത്. അത് നീണ്ടുപോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ചില പ്രാർത്ഥന അങ്ങനെയല്ല, അത് സ്പോട്ടിൽ കിട്ടണം, അപ്പം കിട്ടണം, അല്ലെങ്കിൽ രക്ഷയുണ്ടാവില്ല. അതിനാണ് ഇസ്തിഗാസ എന്ന് പറയാം. അപ്പോൾ പ്രാർത്ഥനയുടെ ഏറ്റവും നെറുകയിൽ നിൽക്കുന്ന, പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ ഏറ്റവും വൈകാരികമായ ഇസ്തിഗാസ അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ എന്ന കാര്യത്തിൽ ഒരു സത്യവിശ്വാസിക്ക് സംശയമുണ്ടാകാനേ പാടില്ല. അതേ സമയത്ത് നമ്മുടെ സമൂഹം പറഞ്ഞു നടക്കുന്നത്, പണ്ഡിതന്മാർ പറഞ്ഞ് പഠിപ്പിക്കുന്നത് ഇസ്തിഗാസ അള്ളാഹു അല്ലാത്തവരോടുമാകാം. പ്രാർത്ഥന പറയാൻ മടിക്കുന്നവരും ഇസ്തിഗാസ ആകാമെന്ന്. ഇസ്തിഗാസയാണ് പ്രാർത്ഥനയേക്കാൾ ആശയസമ്പുഷ്ടമായത്. കാരണം ഇസ്തിഗാസ എന്ന് പറയുമ്പോൾ ഉടൻ ഉത്തരം കിട്ടണം. മറ്റൊന്ന് ആലോചിക്കാൻ, ചിന്തിച്ചു നിൽക്കാൻ സമയമില്ല. മറ്റൊരു മാർഗം സ്വീകരിക്കാൻ, അന്വേഷിക്കാൻ സമയമില്ല. കിട്ടിയേ മതിയാകൂ, അപ്പം കിട്ടണം. അതിനാണ് ഇസ്തിഗാസ. ആ ഇസ്തിഗാസ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഔജ്വല്യമുള്ളതാണ്, ഏറ്റവും ഹൃദയസ്പർക്കാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധത്തിൽ ഇസ്തിഗാസ നടത്തുമ്പോൾ മഹാനായ റസൂലുള്ള വിറച്ചിട്ട് ആ വിറവയലിൻ്റെ കാഠിന്യത്താൽ പ്രവാചകൻ്റെ തോളിലുള്ള മുണ്ട് താഴെ വീണിരുന്നു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയാണ്. അപ്പം എങ്ങനെ വിറക്കണം? അവിടെ നടത്തിയത് വെറും ദുആ അല്ല, ഇസ്തിഗാസയാണ്. ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബി അൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഉത്കടമായി വന്ന വിചാരത്തെയും വികാരത്തോടെയും പ്രതീക്ഷയോടും കൂടി ബദറിൻ്റെ രണാങ്കളത്തിൽ നിങ്ങളെന്നോട് ഇസ്തിഗാസ നടത്തിയ സന്ദർഭം ഞാൻ നിങ്ങളെ അവ്യതം അവിടെ വെച്ച് അപ്പോൾ തന്നെ സഹായിച്ചു. ഇസ്തിഗാസ എന്തുകൊണ്ടും അള്ളാഹുവിനോട്, ദുആയും അള്ളാഹുവിനോട്.